2 വർഷത്തിനു ശേഷം മകനെ കണ്ട സന്തോഷത്തിൽ അമ്മയും കാണാതായ അമ്മയെ കണ്ട സന്തോഷത്തിൽ മകനും 2024 ഡിസംബർ 31-ന് തിരുവനന്തപുരം ബാലരാമപുരം വെടിവെച്ചാൻ കോവിൽ ഗാന്ധിനഗറിൽ ബിന്ദു എന്ന 57-കാരി മാനസിക പ്രശ്നങ്ങൾ അലട്ടിയിരുന്ന കാരണങ്ങളാൽ വീട് വിട്ട് പോവുകയായിരുന്നു. ബിന്ദുവിനായി ഭർത്താവും മക്കളും തിരച്ചിൽ നടത്തുകയും വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതികൾ നൽകിയിരുന്നു. എന്നാൽ കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ 1.5 വർഷങ്ങൾക്ക് മുൻപ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ബിന്ദുവിനെ അന്ന് പോലീസും ജീവകാരുണ്യ പ്രവർത്തകരും ചേർന്ന് കണ്ടെത്തിയിരുന്നു. മേൽവിലാസമോ മറ്റ് രേഖകളോ ഇല്ലാത്തതിനാൽ ഇരവുപുരത്ത് പ്രവർത്തിക്കുന്ന അഭയ ചാരിറ്റബിൾ ട്രസ്റ്റിൽ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം സ്ഥാപനത്തിൻ്റെ ഒരു റീൽ സമൂഹമാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇത് സമൂഹമാധ്യമത്തിൽ കണ്ട ബിന്ദുവിൻ്റെ ബന്ധു ഇവരെ തിരിച്ചറിയുകയും ബിന്ദുവിൻ്റെ മകനെ കാണിക്കുകയും ചെയ്തു. തുടർന്ന് മകൻ തിരിച്ചറിയുകയായിരുന്നു, പോലീസിൽ അറിയിച്ചു. പിന്നീട് ഉടൻ തന്നെ പോലീസ് ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേഷിനെ ബന്ധപ്പെടുകയും അഭയത്തിൽ ബന്ധുക്കളും പോലീസും എത്തി ബിന്ദുവിനെ കാണുകയും ചെയ്തു. മകനെ കണ്ടതോടെ ഏറെ സന്തോഷത്തിലായ ബിന്ദു മകനെ കെട്ടിപ്പിടിച്ചു. അഭയത്തിൻ്റെ നടത്തിപ്പുകാരി ബെനഡിക്ട് സഫർനോസ്, ജീവകാരുണ്യ പ്രവർത്തകരായ ഗണേഷ് ബാബു, ശ്യാം ഷാജി നരിയാമൂട്, പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ SI അനിത എന്നിവരുടെ സാന്നിധ്യത്തിൽ ബിന്ദുവിനെ അഭയത്തിൻ്റെ നടത്തിപ്പുകാരി ബെനഡിക്ക സഫർനോസ് കൈമാറി. അമ്മയുടെ പേര് ബിന്ദു എന്നാണ്. അപ്പം 1.5 കൊല്ലമായിട്ട് മിസ്സിംഗ് ആണ്. ഇതുവരെ കേസൊക്കെ കൊടുത്തിട്ട് ഇതുവരെ ഒരു അറിവില്ലായിരുന്നു. അങ്ങനെ ഇവിടുത്തെ ഒരു ഫംഗ്ഷന്റെ വീഡിയോ റീൽസിനകത്ത് ഇങ്ങനെ ഫേസ്ബുക്കിൽ കണ്ടപ്പോഴാണ് അമ്മ അതിനകത്ത് കാണാൻ ഇടയായതും ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെയാണ് ഇപ്പം ഇവിടെ വന്ന് അമ്മയെ വിളിച്ചോണ്ട് പോകുന്നത്. 1.5 കൊല്ലം കൊണ്ട് അമ്മ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോഴാണ് അറിയുന്നത്. സന്തോഷമായി. എന്തായാലും അമ്മ തിരിച്ചിട്ടില്ല, വലിയ സന്തോഷം. അവരോട് അന്വേഷിച്ചത് അതെന്തോ കൊണ്ടുപോകും. 2024 ഡിസംബർ മാസം സന്ധ്യയോടുകൂടിയാണ് ബിന്ദുവിനെ വനിതാ സെൽ പോലീസ് സ്റ്റേഷനിൽ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ച് ഇത്രയും സന്തോഷമായിട്ട് നിന്ന് ഇപ്പം ഞങ്ങൾ തേജസ് ബ്യൂട്ടി പാർലറിന്റെ ഒരു ഫുഡും ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിന്റെ റിലീസ് വരെ എല്ലാവരും കൂടി അങ്ങോട്ട് ഫേസ്ബുക്കിൽ ഇട്ടപ്പോഴത്തേക്ക് മകൻ കണ്ടുപിടിച്ച് ഈ അമ്മ ഇവിടെ ഉണ്ടെന്ന്. മിസ്സിംഗ് കേസ് ഉണ്ടായിരുന്നതാണ് ബാലരാമപുരത്ത്. പക്ഷെ അങ്ങനെ കണ്ടുപിടിച്ച് ആ ഫേസ്ബുക്കിലൂടെ കണ്ടുപിടിച്ചിട്ട് ഇപ്പം അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ വനിതാ പോലീസും ഇവിടുന്ന് ഞങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ഗണേഷ് ബ്രദർ, ബാബു എല്ലാവരുമായിട്ട് ഇവിടെ വന്ന് ശ്യാമൊക്കെ ആയിട്ട് വന്നിട്ട് ഇപ്പൊ ഇവരെ തിരിച്ചു കൊടുക്കുകയാണ്. സന്തോഷത്തോടെ ഈ മകളെ കൊടുക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദേ മകനെ പോലീസിനെ ഏൽപ്പിക്കുന്നു.